എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ജനജീവിതം ദുസ്സഹമാക്കുന്ന ശിവാലയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും അവർക്ക് ഒത്താശ ചെയ്യുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിക്കുമെതിരെ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചന്തപ്പുര ബൈപ്പാസിൽ നടന്ന സമരം CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KK ഹാഷിഖ് അധ്യക്ഷത വഹിച്ചു. PH നിയാസ്, KA ഹസ്വൽ, PB ഹിമ, CS സുവിന്ദ് എന്നിവർ സംസാരിച്ചു. മഴയത്തും ഇങ്ങനെ ഒരു സമരത്തിന് DYFI തയ്യാറായത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി ദുസ്സഹമായ അനുഭവങ്ങളെ മുൻനിർത്തിയാണ്. കുറെ നാളുകളായി കൊടുങ്ങല്ലൂർ നഗരത്തിലൂടെ യാത്ര ചെയ്യാൻ പോയിട്ട് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ വെള്ളക്കെട്ട്, ഈ റോഡിൽ തന്നെ വെള്ളക്കെട്ടാണ്, ചെളിവെള്ളമാണ്. 100 കണക്കിന് കുഴികളാണ് ഈ റോഡിലുള്ളത്. ദിനം പ്രതി ഇതിലേ പോകുന്ന ആളുകൾ പലപ്പോഴും നടന്നു പോകുന്നവരും അതുപോലെ 2 വീലറിൽ പോകുന്നവരൊക്കെ വീഴുമ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. അങ്ങനെ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത് ഈ NH 66 ആറുവരിപ്പാത നിർമ്മാണത്തിൻ്റെ പേരിലാണ്. ഇവിടെ ആറുവരിപ്പാത നിർമ്മാണത്തിന് ഞങ്ങളൊക്കെ വലിയ പ്രോത്സാഹനം നൽകുന്നവരാണ്. ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇതിന് മുൻകൈയെടുത്തത്. അതുകൊണ്ടാണ് ഇത് വളരെ വേഗം യാഥാർത്ഥ്യമായത്. അതുകൊണ്ട് ഈ വികസന പ്രവർത്തനത്തെ എല്ലാ രീതിയിലും ഞങ്ങൾ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ജനങ്ങൾക്ക് ആ ഒരു വികസനത്തിൻ്റെ പേരിൽ ദുരിതമുണ്ടാക്കാൻ പാടില്ല. പലതവണ ഇക്കാര്യം ദേശീയപാത അധികൃതരുമായി, ശിവാലയ കമ്പനിയുമായി, കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായൊക്കെ സംസാരിച്ചതാണ്. എന്നാൽ ഈ റോഡൊന്ന് സർവീസ് റോഡാക്കി മാറ്റാൻ എല്ലാ സ്ഥലത്തും പല സ്ഥലത്തും സർവീസ് റോഡുകൾ വന്നു കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഒന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. കൊടുങ്ങല്ലൂർ നഗരസഭയാണ് പലരും കുറ്റപ്പെടുന്നത് രാഷ്ട്രീയത്തിൻ്റെ പേര്. ഇവിടുത്തെ BJP ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർ നഗരസഭയാണ് കുറ്റം പറയുന്നത്. നഗരസഭയാണോ ഈ റോഡ് ഏറ്റെടുത്തിട്ടുള്ളത്? ഇവിടെ NHന്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമാണ് ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളത്. ഇവിടെ ഒരു ബദൽ സംവിധാനവും മാസങ്ങളായി ഏർപ്പെടുത്തിയിട്ടില്ല. നഗരസഭ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും കരാറുകാരെയും ഇക്കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ അവർ വന്നിരുന്നു. അവരെല്ലാം സമ്മതിച്ചു പോയി. ഈ പ്രദേശത്തുള്ള കുടിവെള്ള സംവിധാനം തകരാറിലായി. മാത്രമല്ല, ഇവിടുന്ന് തോടുകളിലൂടെ, കാനകളിലൂടെ പുറത്തു പോരുന്ന വെള്ളം അവർ അടച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പല കടകളിലും വീടുകളിലും വെള്ളം കയറുകയാണ്. ഇപ്പം തെക്കേ നടയിൽ നമ്മുടെ അശ്വതി ഹോട്ടലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടകളൊക്കെ ഒരു മഴ പെയ്താൽ വെള്ളത്തിലാണ്. നഗരസഭയുടെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ പോയി താൽക്കാലികമായി അതിന് പരിഹാരം കണ്ടെങ്കിൽ പോലും ഇപ്പോഴും മഴ പെയ്യുമ്പോൾ കടകളിൽ വെള്ളം കയറുകയാണ്. ദേശീയപാത നിർമ്മാണം പൂർത്തീകരിക്കുക, എന്നിട്ട് ജനാവസ്ഥ നീതി പാലിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്. കമ്പനി നീതി പാലിക്കുക.